ഫ്രണ്ട്സ്, അപ്പോൾ പിന്നെ ഈ ഏത്തയ്ക്ക കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അടിപൊളി ഏത്തയ്ക്ക കേട്ടോ, അടിപൊളി പഴമാണ്. അപ്പം നമ്മുടെ ഈ ഒരു ഏത്തപ്പഴം കഴിക്കണം കേട്ടോ, മസ്റ്റായിട്ട് ദിവസം കഴിക്കേണ്ടതുണ്ട്. നമ്മുടെ പൊട്ടാസ്യമൊക്കെ അധികമുള്ള ഒരു ഫ്രൂട്ടാണ് ഏത്തപ്പഴം. അത് കഴിഞ്ഞ് ഞാൻ ഏത്തപ്പഴം കൊണ്ടിന്ന് പഴംപൊരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള മാവ് എടുത്തിട്ടുണ്ട്, അതിനോടൊപ്പം മൈദയാണ് എടുത്തിട്ടുള്ളത്. കളർ കൂട്ടാനായിട്ട് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ, മധുരത്തിന് വേണ്ടി ഒരല്പം പഞ്ചസാര, ഇതെല്ലാം ബാലൻസ് ചെയ്യാൻ അല്പം ഉപ്പ്. അപ്പം പൊളിക്കാനായിട്ട് ഞാനിതാ അല്പം ദോശമാവാണ്. ഇതെല്ലാം ഒന്ന് ക്രിസ്പി ആവാനായിട്ട് ഞാൻ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ ഈ പരുവത്തിൽ മാവ് നമുക്ക് കുഴച്ച് എടുക്കേണ്ടതുണ്ട് കേട്ടോ. കണ്ടോ, അത് കഴിഞ്ഞ് ദേ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതേ പഴംപൊരിക്ക് വേണ്ടി ഞാനൊരു ഏത്തക്ക എടുത്ത് തൊലി കളയുകയാണ്. ഈ ഏത്തക്കയിൽ നമുക്ക് വേണമെങ്കിൽ 4 or 5 കഷ്ണങ്ങളാക്കി വേണമെങ്കിൽ മുറിക്കാം. ഞാൻ എന്തായാലും തൊലി കളഞ്ഞെടുത്തിട്ട് 3 കഷ്ണമായിട്ടാണ് മുറിക്കാം. കഷ്ണം മീൻസ് നെടുകെ കീറിയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പം പഴം കണ്ടോ, പഴംപൊരി ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു ഫേവറേറ്റാണ് നമ്മുടെ പഴംപൊരി എന്നും വാഴക്കയപ്പം എന്നും വേറെന്തൊക്കെ പേര് പറയുന്നുണ്ട്. വേറെന്തെങ്കിലും പുതിയ ഐറ്റം പേരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മറക്കാണ്ട് പറയണം കേട്ടോ. എന്തായാലും ഞാൻ 3ആയിട്ട് കീറി എടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മാവിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിനെ നമുക്ക് തിളച്ച എണ്ണയിലോട്ട് ഞാനിതാ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അല്പം ചെറു തീയിൽ വെച്ച് നമുക്കിതിനെ മൂപ്പിച്ച് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഇതാ എടുത്ത് വെച്ചിട്ടുള്ള 3 എണ്ണവും ഇതാ ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കണ്ടോ, ചെറു തീയും കൂടെ ഇട്ട് അത് അവിടെ ഇരുന്ന് ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പഴംപൊരി നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കാനാണ് നമ്മുടെ 5 മണി പലഹാരമാണ്. അത് മാത്രമല്ല എപ്പോഴും വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതിനോട് കോമ്പിനേഷനായിട്ട് ഞാനിന്ന് എടുത്തിട്ടുള്ളത് പോത്ത് ഉലത്തിയതാണ്. അപ്പോൾ നല്ല കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഉലത്തിയ പോത്തിറച്ചിയും പഴംപൊരിയും ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ട്, നല്ല ചൂട് തേയിലയും കേട്ടോ. മസ്റ്റായിട്ടും എനിക്ക് ഭയങ്കര എരിവാണ് കേട്ടോ, പോത്തിറച്ചിക്ക് നല്ല ഓൾറെഡി എരിവുണ്ട്. ഇതിനിടയ്ക്ക് ഈ മധുരവും കൂടെ ആയപ്പോഴേ നമ്മുടെ പഴംപൊരിയുടെ മധുരവും എരിയും ഒക്കെ ആയപ്പോൾ ഭയങ്കരമായിട്ട് ടേസ്റ്റ്, വല്ലാത്ത ടേസ്റ്റ് കേട്ടോ. എന്തായാലും ഞാൻ നിന്ന് കഴിക്കുന്നത് ശരിയല്ല കേട്ടോ, എനിക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്തായാലും ഞാനിതാ ഇരുന്ന് കഴിക്കാനായിട്ട് പോവുകയാണ്. കൂടെ വന്നോളൂ, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ വാഴയ്ക്കപ്പവും പോത്തിറച്ചിയും കൂട്ടി കഴിക്കുന്നത്, ഫസ്റ്റ് ടൈമാണ്. ഇതിനു മുമ്പ് കഴിച്ചിട്ടില്ല. അസാധ്യ ടേസ്റ്റ് കേട്ടോ, പറയാണ്ടിരിക്കാൻ ഒട്ടുമിക്ക ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഭയങ്കര കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ. എന്തായാലും ഞാൻ ഇന്ന് അത് നന്നായിട്ട് കഴിച്ചപ്പം എനിക്ക് മനസ്സിലായി, എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇത് ഇഷ്ടമാണോ എങ്കിൽ കമൻറ്റ് ബോക്സിൽ വീണ്ടും പറയുകയാണ്. കമൻറ്റ് ബോക്സ് നിങ്ങൾക്കുള്ളതാണ്, മറക്കാണ്ട് പറയുക കേട്ടോ. നല്ല ചൂട് തേയിലയും നല്ല എരിവും ഒപ്പം മധുരവും ഒക്കെ ആയപ്പോൾ ഒരു വല്ലാത്ത ഒരു ഫീലിംഗ് തന്നെ. അപ്പോൾ ഞാൻ പുതിയ വിശേഷവും കാഴ്ചക്കേട്ട് നിങ്ങളുടെ മുന്നിൽ ഓടിയെത്താം കേട്ടോ.